ദൈവം കെട്ടിയ തൊട്ടിലിനരികെ അഭിഷേകത്തിന്റെ താരാട്ടുമായി ഒരു വൈദികൻ. യുദ്ധം ജയിച്ചത് തോക്കല്ല, തോക്കിന്റെ പിൻപിലുള്ള പുരുഷനല്ല, തോക്കിന്റെ പിൻപിലുള്ള പുരുഷന്റെ പിൻപിലുള്ള സ്ത്രീയാണ് യുദ്ധം ജയിച്ചത്. രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ വിജയം ഒരു അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ ആഘോഷിച്ചു. അവിടെ പാടിയ തീം സോങ്ങിന്റെ സംഗ്രഹമാണ് ഞാൻ ഉദ്ധരിച്ചത്. വിശദീകരണം ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. അത് നൽകുന്ന സന്ദേശം ലോകത്തിലേക്കും വെച്ച് ഏറ്റവും വലിയ ശക്തി സ്ത്രീയാണ് എന്നാണ്. ഭാരത ദർശനവും ഇതുതന്നെയാണ്. സുന്ദരവും ഉത്കൃഷ്ടവുമായതെല്ലാം സ്ത്രീയോട് ബന്ധപ്പെട്ടതാണ്. അഥവാ സ്ത്രീയാണ് അവയുടെ എല്ലാം ഉറവിടം. ദേവഭാഷ, സംസ്കൃത ഭാഷ, അതിലെ ബഹുഭൂരിപക്ഷം നാമങ്ങളും സ്ത്രീലിംഗ രൂപമാണ്. ഈ പ്രപഞ്ചം മുഴുവൻ സ്ത്രീമയമാണ്. അതാണ് ഭാരത ദർശനം. വള്ളത്തോളിത് മനോഹരമായിട്ട് ആവിഷ്കരിക്കുന്നുണ്ട്. കാന്തിയാം കലകളും തുഷ്ടിയും സന്തുഷ്ടിയും ശാന്തിയുമെല്ലാം ദേവഭാഷയിൽ സ്ത്രീ ശബ്ദങ്ങൾ. ആദിമ പ്രകൃതിയും സ്ത്രീത്വമേ വഹിക്കുന്നു. സ്ത്രീ തന്നെ പരാശക്തി, സത്തയും ചിത്തും സ്ത്രീതാൻ. ഇവിടെ ആശയം ലളിതമാണ്, വ്യക്തവുമാണ്. ഏറ്റവും വലിയ ശക്തി സ്ത്രീയാണ്. ഗോർബച്ചോവിനോട് ഒരു പത്രക്കാരൻ ചോദിച്ചു, അങ്ങയുടെ ജീവിതത്തിന്റെ വഴിത്തിരിവെന്ന് പറയാവുന്ന എന്തെങ്കിലും ജീവിതത്തിലുണ്ടോ, അല്ലെങ്കിൽ അവിസ്മരണീയമായ അനുഭവം എന്തെങ്കിലും ഉണ്ടോ എന്ന്. അപ്പോൾ അദ്ദേഹം കൊടുത്ത ഉത്തരം ഇതായിരുന്നു: ജീവിതത്തിൽ ഞാൻ ആദ്യമായി റെയ്സയെ കണ്ടുമുട്ടിയതാണ് എന്റെ ജീവിതത്തിന്റെ വഴിത്തിരിവായി ഭവിച്ചത് എന്ന്. ഷാരു രംഗനേക്കർ, അദ്ദേഹം ബോംബെയിലെ ഒരു വലിയ മാനേജ്മെന്റ് സ്റ്റഡി നടത്തുന്ന ആളാണ്. ഇന്ത്യൻ മാനേജർമാരുടെ അത്ഭുത ലോകത്തിൽ എന്ന ഗ്രന്ഥം എഴുതിയ ആളാണ്. അതിൽ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഒരു പഠനത്തിന്റെ റിപ്പോർട്ടും കൂടിയാണ്. അദ്ദേഹത്തിന്റെ പഠനത്തിന്റെ സംഗ്രഹം. ഓരോ ജേതാവിന്റെയും പിൻപിൽ ഒരു സ്ത്രീ ഉണ്ടായിരിക്കും. ഓരോ പരാജിതന്റെ പിൻപിലും ഒരു സ്ത്രീ ഉണ്ടായിരിക്കും എന്നാണ്. അതുപോലെ അദ്ദേഹത്തിന്റെ മറ്റൊരു കണ്ടെത്തൽ, നേട്ടത്തിന്റെ താക്കോൽ ഭാര്യയുടെ കൈകളിൽ എന്നാണ്. പ്രപഞ്ചം സ്ത്രീമയമാണ് എന്ന് പറയുമ്പോൾ ഭാരതം അർത്ഥമാക്കുന്നത് എല്ലാ വ്യക്തികളിലും സ്ത്രീ ഏതെങ്കിലും രൂപത്തിൽ, ഭാര്യ, അമ്മ, സഹോദരി, മകൾ, ഇങ്ങനെ ഏതെങ്കിലും ഒരു തലത്തിൽ സ്ത്രീ ഓരോ വ്യക്തിയിലും, സ്ത്രീയിലും പുരുഷനിലും ജീവിക്കുന്നു. അതാണ് എല്ലാം സ്ത്രീമയമാണ് എന്ന് ഭാരതം പഠിപ്പിക്കുമ്പോൾ അർത്ഥമാക്കുന്നത്. കാൾ മാർക്സ് പറഞ്ഞു, സ്വന്തമാക്കുക അഥവാ സമ്പത്താണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ദൗർബല്യം. എന്ന് പറഞ്ഞാൽ അവന്റെ ഹൃദയത്തിൽ കൂടികൊള്ളുന്ന ഏറ്റവും ശക്തമായ അഭിനിവേശം സമ്പത്തിനാണ്. ഫ്രോയിഡ് പറഞ്ഞു, സെക്സാണ്. ഫ്രോയിഡിന്റെ അനുയായികള് ഒരു പാരഡി ഉണ്ടാക്കി, മനുഷ്യ നീ സെക്സ് ആകുന്നു, സെക്സിലേക്ക് തന്നെ മടങ്ങുകയും ചെയ്യും എന്ന് ഓർത്തുകൊള്ളുക. ഇതുപോലെ അഡ്ലർ പറഞ്ഞു, ഇതൊന്നുമല്ല, മനുഷ്യന്റെ ഹൃദയത്തിൽ കൂടികൊള്ളുന്ന ഏറ്റവും ശക്തമായ അഭിനിവേശം ഭരിക്കാനാണ്, ദ വിൽ ടു പവർ. വില്യം ജെയിംസ് പറഞ്ഞു, ദ ഡീപ്പസ്റ്റ് പ്രിൻസിപ്പിൾ ഇൻ ഹ്യൂമൻ നേച്ചർ ഈസ് ദ ക്രേവിംഗ് ടു ബി അപ്രീഷിയേറ്റഡ്. ഇവരൊക്കെ പറഞ്ഞതിനകത്ത് സത്യമുണ്ട്, ഭാഗികമായ സത്യം. കൃത്യമായ ഉത്തരം ബൈബിളിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. യു ഷാൽ ബി ലൈക്ക് ഗാഡ് എന്ന പുസ്തകത്തിൽ അമേരിക്കൻ മനഃശാസ്ത്രജ്ഞൻ എറിക് ഫ്രോം ബൈബിൾ ഉദ്ധരിച്ചുകൊണ്ട് ഇത് സ്ഥാപിക്കുന്നുണ്ട്. വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. മനുഷ്യന്റെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന ഏറ്റവും ശക്തമായ അഭിനിവേശം ദൈവമാകാനാണ്. ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ ഒരുത്തിനെ നമുക്ക് കീഴടക്കാൻ,
അല്ലെങ്കിൽ അവന്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠ നേടാൻ സാധിക്കുകയുള്ളൂ. ഭാരതത്തിന്റെ ഇതിഹാസകർത്താക്കൾ ഈ ഉൾക്കാഴ്ച ലഭിച്ചവരായിരുന്നു. ഭാരത ദർശനം എടുക്കുക, അവിടെ എന്താണ് നാം കാണുന്നത്? ഭർതൃദേവോ ഭവ, ഭർത്താവ് നിനക്ക് ദൈവമായിരിക്കട്ടെ. നമുക്കൊരു ഉദാഹരണം എടുക്കാം. ഗാന്ധാരി കണ്ണു മൂടിക്കെട്ടി. അതിന്റെ പ്രഥമ തല വ്യാഖ്യാനം ഭർത്താവിന്റെ ദുഃഖത്തിൽ പങ്കുചേരാനാണ്. പക്ഷെ അതിനപ്പുറത്തൊരർത്ഥമുണ്ട്. അതിന് വലിയ വ്യാഖ്യാതാക്കൾ നൽകുന്നു. കണ്ണു മൂടിക്കെട്ടുക എന്ന് പറഞ്ഞാൽ ബ്ലൈൻഡ് ഒബീഡിയൻസ് എന്നാണ്. ബ്ലൈൻഡ് ഒബീഡിയൻസ് ദൈവത്തിന് മാത്രം അവകാശപ്പെട്ടതാണ്. കാരണം ദൈവത്തിന് തെറ്റുപറ്റുകയില്ല. ദൈവം പറഞ്ഞാൽ അത് അവസാനത്തെ വാക്കാണ്, പിന്നെ തർക്കിച്ചിട്ട് കാര്യമില്ല. ഇവിടെ ഒരു സ്ത്രീ ഭർത്താവിന്റെ മുമ്പിൽ കണ്ണു മൂടിക്കെട്ടി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഭർത്താവ് ദൈവമാണ് എന്നു തന്നെയാണ്. കാളിദാസൻ ഇത് ശാകുന്തളത്തിൽ അടിവരയിട്ട് വ്യക്തമാക്കുന്നുണ്ട്. ഭർതൃഗ്രഹത്തിലേക്ക് പോകുന്ന മകളോട് കണ്ണുമഹർഷി പറയുകയാണ്, മേവിക്കൊള്ളുക എന്നറിഞ്ഞു ഓർത്തുകൊള്ളുക, അരിശം കലർന്നിടയൊല്ല കാന്തൻ കയർത്തീടിലും. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഭർത്താവ് തലേ കയറിയിരുന്ന് നിരങ്ങിയാലും നീ കറുത്തിട്ടൊരു വാക്ക് എതിരു പറയരുത്. അതാണ് അതിന്റെ അർത്ഥം. ഇത് ഭാരത ദർശനം. ഇനി നമ്മൾക്ക് ബൈബിളിലെ ദർശനമെടുക്കാം, ക്രൈസ്തവ ദർശനമെടുക്കാം. അവിടെ നാം ചെല്ലുമ്പോൾ നാം 3 തിരുവചന ഭാഗങ്ങൾ വ്യക്തമായി കാണുന്നു. എഫേസോസ് ലേഖനം, കൊളോസോസ് ലേഖനം, പത്രോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം. ഈ 3 സ്ഥലത്തും എന്താണ് പറയുന്നത്? ഭർത്താവ് ദൈവമാണ് എന്നു തന്നെയാണ്. എഫേസോസ് ലേഖനത്തിൽ പറയുന്നു, കർത്താവിനോട് എന്നതുപോലെ ഭാര്യമാർ എല്ലാ കാര്യത്തിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. തിരുസഭ മിശിഹായിക്ക് കീഴ്പ്പെട്ടിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യത്തിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. കൊളോസോസ് ലേഖനത്തിൽ അപ്പസ്തോലൻ പറയുന്നത് എന്താണ്? ഭാര്യമാരെ കർത്താവിന് യോഗ്യമായ വിധം ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും. ഇതെല്ലാം കൂടി ചേർത്ത് പത്രോസ്ലീഹ 1-ാം ലേഖനത്തിൽ മനോഹരമായിട്ട്, ശക്തമായിട്ട്, അസന്നിഗ്ധമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അവിടെ വിശുദ്ധൻ പറയുകയാണ്, ഭാര്യമാർക്ക് ഭർത്താക്കന്മാരെ ഒരു വാക്ക്, ഉപദേശരൂപേണ ഒരു വാക്ക് പോലും ഉപയോഗിക്കാതെ മാനസാന്തരപ്പെടുത്താൻ സാധിക്കും. അതുപോലെ തന്നെ സൂര്യന് കീഴിൽ ഒരു മൂല്യം കൊണ്ടും മുടി പിന്നുന്നതോ അല്ലെ സമൃദ്ധമായ മുടിയോ ആടെ ആഭരണങ്ങളോ ഒന്നുകൊണ്ടും ഒരു പുരുഷനെ മാനസാന്തരപ്പെടുത്താൻ സാധിക്കുകയില്ല. പിന്നെ എന്തുകൊണ്ടാണ് പുരുഷനെ മാനസാന്തരപ്പെടുത്താൻ സാധിക്കുന്നത്? വളരെ വ്യക്തമായിട്ടും ലളിതമായിട്ടും വിശുദ്ധൻ പറഞ്ഞു തരുന്നു. ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വര രത്നം അണിഞ്ഞ ആന്തരിക വ്യക്തിത്വം. ഈ വ്യക്തിത്വം കൊണ്ടാണ് ഭാര്യമാർ ഭർത്താക്കന്മാരെ കീഴടക്കുന്നത്, കീഴ് അടക്കേണ്ടത്. അതുകൊണ്ടാണ് പത്രോസ്ലീഹ ഭാര്യമാരോട് പറയുന്നത്, ഭാര്യമാരെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. അവിടെ ആ വിധേയത്വം എന്ന വാക്കിന്റെ അർത്ഥം സത്യത്തിൽ ഭർത്താവിൽ ദൈവത്തെ കാണുക എന്ന് തന്നെയാണ്. സുവിശേഷങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് 4 സ്ഥലത്ത് ഈ വിധേയത്വം എന്ന പ്രയോഗം കാണാൻ സാധിക്കും. ലൂക്ക ബാലനായ യേശുവിനെ കുറിച്ച് ഇത് പ്രയോഗിച്ചിട്ടുണ്ട്. കൊളോസോസ് ലേഖനത്തിലും എഫേസോസ് ലേഖനത്തിലും പൗലോസ്ലീഹ ഉപയോഗിച്ചിട്ടുണ്ട്, പത്രോസ്ലീഹയും ഉപയോഗിച്ചിട്ടുണ്ട് വിധേയത്വം. ഈ വിധേയത്വം കൊണ്ടാണ് ഭർത്താക്കന്മാരെ ഭാര്യമാർക്ക് കീഴടക്കാൻ സാധിക്കുന്നത്. പത്രോസ് എടുത്തു പറയുന്നുണ്ട്, അവർ നിങ്ങളുടെ ആദരപൂർവകവും നിഷ്കപടവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഈ മാനസാന്തരം സാധ്യമാകുന്നത് എന്ന്. ചുരുക്കത്തിൽ ക്രൈസ്തവ ദർശനവും എന്താണ്? ഭർത്താവിൽ ക്രിസ്തുവിനെ കാണണം എന്ന് പറഞ്ഞാൽ ദൈവത്തെ കാണണം. ഭർതൃദേവോ ഭവ
എന്നു തന്നെയാണ്. ഭാര്യമാര് ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഇന്ന് അതിന്റെ ആവശ്യകത നാം നോക്കുക. സത്യത്തിൽ നസ്രത്തിലെ ബാലനായ യേശുവിനെ കുറിച്ച് സുവിശേഷകൻ എഴുതി, അവൻ നസ്രത്തിൽ ചെന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. ആ ഒറ്റ വാക്കിൽ സർവ്വതുമുണ്ട്, ഒരാശയപ്രപഞ്ചമുണ്ട്. ഇന്ന് അവനെ പോലെ വിധേയത്വമുള്ള ഒരൊറ്റ കുഞ്ഞിനെ, ആൺകുഞ്ഞാകട്ടെ പെൺകുഞ്ഞാകട്ടെ പ്രായമേതുമാകട്ടെ, നമുക്ക് കണ്ടെത്താൻ സാധിക്കുമോ? ഇന്ന് നാം കാണുന്നത് മാതാപിതാക്കളോട്, പ്രത്യേകിച്ച് അമ്മയോട് തർക്കിക്കുന്ന, അവരെ കുറ്റപ്പെടുത്തുന്ന, അവരെ ശാസിക്കുന്ന, അവരെ എതിർക്കുന്ന, അവരെ ധിക്കരിക്കുന്ന, അവരോട് കോപിക്കുന്ന മക്കളെയല്ലേ ഉള്ളൂ. അല്ലാത്ത ഒരെണ്ണത്തിനെ നമുക്ക് കാണാൻ സാധിക്കുമോ? സംശയമുണ്ട്. സത്യം പറഞ്ഞാൽ ഈ സ്വഭാവം കുട്ടികളിൽ എങ്ങനെ കടന്നുകൂടി? തീർച്ചയായിട്ടും അത് അമ്മമാരിൽ നിന്നാണെന്നാണ് എൻ്റെ ശക്തമായ വിശ്വാസവും ബോധ്യവും അനുഭവവും. കാരണം ഭർത്താവിൽ ദൈവത്തെ കാണുന്ന ഒരു സ്ത്രീ ജന്മം കൊടുക്കുന്ന കുഞ്ഞുങ്ങൾ അവർ ഉദരത്തിലായിരിക്കുമ്പോൾ ആ അമ്മയുടെ ദർശനമാണ് കുഞ്ഞുങ്ങളുടെ തലയിൽ അല്ലെങ്കിൽ മനസ്സിൽ പതിയുന്നത്. ആ കുഞ്ഞുങ്ങൾ ആദ്യം അമ്മയിൽ ദൈവത്തെ കാണും, തുടർന്ന് അച്ഛനിൽ ദൈവത്തെ കാണും. ഇതുപോലെ ക്രമേണ ആ സ്ത്രീയുടെ ഭർത്താവ് ഭാര്യയിൽ ദൈവത്തെ കാണും. അതായത് നീ അളക്കുന്ന അളവിൽ നിനക്ക് അളന്നു കിട്ടും. തന്റെ ഭാര്യ തന്നോട് എങ്ങനെയാണ് വർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കുന്ന ഭർത്താവ് അതേ നാണയത്തിൽ അവൾക്ക് തിരിച്ചു കൊടുക്കും, നല്ല അർത്ഥത്തിൽ. അപ്പോൾ എല്ലാ അർത്ഥത്തിലും അവൾ ദൈവമായി തീരും. അപ്പൊ അങ്ങനെ അവൾ മക്കൾക്കും ഭർത്താവിനും ദൈവമാകാൻ വേണ്ടിയാണ് വാസ്തവത്തിൽ ഭാരതം, അതുപോലെ മതങ്ങളും ഭർത്താവിൽ ദൈവത്തെ കാണണം എന്ന് പഠിപ്പിക്കുന്നത്. ഇനിയും നോക്കുക, തെരുവിലെ തെണ്ടിക്കും ഹൃദയത്തിൽ ദൈവമാകണമെന്ന ആഗ്രഹമുണ്ട്. അവൻ ഈ ആഗ്രഹം എങ്ങനെയാണ് ശമിപ്പിക്കുന്നത്? പൊതുജനം, സമൂഹം അവനെ കല്ലെറിയും, ചീത്ത വിളിക്കും, കൂക്ക് വിളിക്കും, ഇതൊക്കെ ചെയ്യും. അതവന് പ്രശ്നമല്ല. തൻ്റെ ഭാര്യയും തൻ്റെ മക്കളും തന്നെ സ്നേഹിക്കുമ്പോൾ, തന്നെ ബഹുമാനിക്കുമ്പോൾ അവൻ ദൈവമായി തീരാനുള്ള അവന്റെ ആഗ്രഹം അതുവഴി ശമിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവൻ ആ ആഗ്രഹം ശമിച്ചു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? സുഗതകുമാരി പാടിയതുപോലെ, പാൽച്ചിരി കണ്ടത് മൃതിയെ മറന്ന് സുഖിച്ച് പോകും പാവം മാനവഹൃദയം. അപ്പോൾ അവൻ ആ സ്നേഹത്തിന്റെ അനുഭവം കിട്ടിക്കഴിയുമ്പോൾ അവൻ മരണത്തെ പോലും മറന്ന് സുഖിക്കും എന്ന് പറഞ്ഞാൽ അവൻ അതുപോലെ തിരിച്ചു കൊടുക്കും. തന്നെ സ്നേഹിക്കുന്ന, തന്നെ ബഹുമാനിക്കുന്ന ഭാര്യയെയും അതുപോലെ തന്നെ അനുസരിക്കുന്ന മക്കളെയും അവൻ സ്നേഹിക്കുമെന്ന് മാത്രമല്ല, അവർക്ക് വേണ്ടി മരിക്കാനും അവൻ സന്നദ്ധനാകും. ഇതിന്റെ എല്ലാം വെളിച്ചത്തിൽ ചിന്തിക്കുമ്പോൾ ഞാൻ തുടങ്ങിയത് ഭർതൃദേവോ ഭവ എന്ന മന്ത്രത്തോടെയാണ്. ഭർത്താവിൽ ദൈവത്തെ കാണുക. കുടുംബം തകർന്നതാണ് ലോകത്തിന്റെ തകർച്ചയ്ക്ക് കാരണം എന്ന് ലോകം മുഴുവൻ ഏകസ്വരത്തിൽ പറയുന്നു. വിശുദ്ധ ഗ്രന്ഥവും അത് നമുക്ക് പറഞ്ഞു തരുന്നു. കുടുംബം, വാസ്തവത്തിൽ കുടുംബം എന്ന് ഭാരതത്തിൽ പറഞ്ഞാൽ സ്ത്രീ എന്നാണ് അർത്ഥം. അപ്പോൾ വാസ്തവത്തിൽ കുടുംബം എന്ന് പറഞ്ഞാൽ സ്ത്രീയാണ്. ആ സ്ത്രീ ഈ വലിയ സത്യം മനസ്സിലാക്കിക്കൊണ്ട് അവളുടെ ആ വിളിക്ക് പ്രത്യുത്തരം നൽകിയാൽ നല്ല കുടുംബങ്ങൾ സംജാതമാകും. ആ കുടുംബത്തിൽ നിന്ന് നല്ല വ്യക്തികൾ സമൂഹത്തിൽ വരും. അപ്പോൾ സമൂഹവും ഒരു നല്ല സമൂഹമായി മാറും. ഇതിന്റെ എല്ലാം തുടക്കം കുറിക്കേണ്ടത് സ്ത്രീയാണ്. സ്ത്രീ മനസ്സ് വെച്ചാൽ തീർച്ചയായിട്ടും അവൾക്ക് ലോകത്തെ നന്നാക്കാൻ സാധിക്കും. ലോകത്തെ നശിപ്പിച്ചതൊരു സ്ത്രീയാണെങ്കിൽ ലോകത്തെ രക്ഷിക്കുവാനും ഒരു സ്ത്രീയുടെ സഹായം ദൈവത്തിന് ആവശ്യമായിരുന്നു. നമുക്കറിയാം അതിൻ്റെ ചരിത്രവും അതാരാണ് എന്നും. അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് സ്ത്രീജനങ്ങൾ ഇനിമേൽ നല്ല ഭാര്യമാരായി, ഭർത്താക്കന്മാർക്ക് വിധേയരായി, നല്ല അമ്മമാരായി, മക്കൾക്ക് ദൈവമായി തീരുവാൻ തക്ക വിധത്തിൽ
ജീവിതം ക്രമീകരിക്കാൻ ശ്രമിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.